വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല യമ്മി ആയിട്ട്, നല്ല സ്പോഞ്ചി ആയിട്ടും എങ്ങനെ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഗണാഷൊക്കെ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദ നമ്മൾ കഴിയുന്നത് ഒരു 3 പ്രാവശ്യമൊക്കെ ഇത് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല സ്പോഞ്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അഥവാ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു കപ്പ് വരും. അപ്പോൾ ഇതിൽ മെഷർ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചിലേക്ക് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടി മാൻ്റെ കൊക്കോ പൗഡർ യൂസ് ചെയ്യുക. അതാകുമ്പോൾ നല്ല ഡാർക്ക് കളർ ഉണ്ടാവും. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല ഡാർക്കിഷ് കളർ കിട്ടുക. ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്ര ഡാർക്ക് കളർ കിട്ടാറില്ലായിരുന്നു. പിന്നെ ഈ ഫ്രൂട്ടി മാൻ്റെ കൊക്കോ പൗഡർ യൂസ് ചെയ്തതാണ് എനിക്ക് നല്ല ഡാർക്ക് കളറിലുള്ള സ്പോഞ്ച് കേക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ കഴിയുന്നതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ നമ്മൾ അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഇനി നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷുഗർ ഫുൾ ആഡ് ചെയ്തോ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തോ. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ആവില്ല. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ സൈഡിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തട്ടുക, ബബിൾസ് ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. എന്നതിന് ശേഷമാണ് നമ്മൾ ഓവനിലേക്ക് വെച്ചത്. ഇനി നമ്മൾ ഇതിൽ ഒരു കേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കലി 45 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ IFBയുടെ ഓവനാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കളർ ചോക്ലേറ്റ് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റും കൂടെയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പഞ്ചിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചോക്ലേറ്റ് ഗണാഷൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഷുഗർ സിറപ്പൊക്കെ ആക്കിയിട്ട് അതിന് മേലെ ക്രീമൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.